Hi, hello, my dear students, my dear children. We are starting a new class of our chapter 10 Europe on the World Map. പ്രിയപ്പെട്ട കുട്ടികളെ നമ്മുടെ 10ാമത്തെ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സെക്കൻഡ് ടൈം എക്സാമിന് നമുക്ക് ചാപ്റ്റർ 10 വരെയാണ് നമുക്ക് തന്നിരിക്കുന്ന പോർഷൻ. അപ്പോൾ ഈ ചാപ്റ്റർ 10ൽ പാർട്ട് 1, പാർട്ട് 2 ക്ലാസ്സുകളിൽ നമ്മൾ യൂറോപ്പ്, അതിൻ്റെ ലൊക്കേഷൻ, അതിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, യൂറോപ്പിൻ്റെ ടോപ്പോഗ്രഫി, അതുപോലെ യൂറോപ്പിലെ ക്ലൈമാറ്റിക് റീജിയൻ ഏതൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് അതിൻ്റെ പേര് നമ്മളൊന്ന് പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. ഇന്ന് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് നമ്മൾ പഠിക്കുന്നത്. യൂറോപ്പിലെ ക്ലൈമാറ്റിക് റീജിയൻസ് ഏതൊക്കെ, ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഏതെല്ലാം രാജ്യങ്ങളിലാണ് ആ പർട്ടിക്കുലർ ക്ലൈമാറ്റിക് റീജിയൻ ഉള്ളത്, അങ്ങനെ ആ റീജിയനിലെ ഫ്ലോറ ആൻഡ് ഫോണ, അതായത് അവിടുത്തെ വെജിറ്റേഷൻ, അതുപോലെ തന്നെ ആനിമൽസ്, ഇങ്ങനെ ഓരോ ക്ലൈമാറ്റിക് റീജിയനെയും നമ്മൾ 1 by 1 ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കയറുകയാണ്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ക്ലൈമറ്റ് ഓഫ് യൂറോപ്പ്. യൂറോപ്പിലെ ക്ലൈമറ്റിൻ്റെ ഒരു ജനറൽ സ്റ്റഡിയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. യൂറോപ്പിൻ്റെ ക്ലൈമറ്റിന് അതിൻ്റേതായ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതിൻ്റേതായ ഒരു പ്രത്യേകതകളുണ്ട് അല്ലേ? എന്തൊക്കെയാണ് ആ ഒരു ക്ലൈമറ്റ് അവിടെ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ്, അതിന് സഹായിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അവിടുത്തെ ക്ലൈമറ്റിൻ്റെ ജനറലായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നമുക്കൊന്ന് നോക്കാം. The general climate of Europe is characterized by mild summers and severe winters. യൂറോപ്പിൻ്റെ ലാറ്റിറ്റ്യൂഡും അതിൻ്റെ പ്രത്യേകതകളും വെച്ച് നോക്കുമ്പോൾ യൂറോപ്പിൻ്റെ ക്ലൈമറ്റിനെ നമുക്ക് ജനറലായിട്ട് 2 വേർഡ്സിൽ ഒതുക്കാം. ഒന്ന്, അത് മൈൽഡ് സമ്മേഴ്സ് ആയിരിക്കും, സിവിയർ വിൻറ്റേഴ്സ് ആയിരിക്കും. എന്താണ് അതിൻ്റെ മലയാളത്തിൽ എങ്ങനെ പറയാം നമുക്കത്? അവിടുത്തെ സമ്മറൊക്കെ വളരെ മൈൽഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ, ടു ഹോട്ടൊന്നുമല്ല. യൂറോപ്പിലെ ഒരു പ്രദേശവും വലിയ ഹോട്ട് ടെമ്പറേച്ചറുള്ള പ്രദേശങ്ങളൊന്നും യൂറോപ്പിലില്ല. അവിടെ സമ്മർ ആണെങ്കിൽ പോലും അവിടുത്തെ ടെമ്പറേച്ചറ് അത്യാവശ്യം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മൈൽഡ് സമ്മേഴ്സ്. എന്നാൽ വിൻ്റർ അവർക്ക് സിവിയർ ആയിരിക്കും. എന്താണ് സിവിയർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? കഠിനമായിരിക്കും. അതായത് ടു ലോ ആയിരിക്കും ടെമ്പറേച്ചർ വളരെ താന്ന് ഉള്ള സിവിയർ വിൻ്റേഴ്സ് ആയിരിക്കും. അതായത് സ്നോഫോളൊക്കെ ഉള്ള വളരെ സിവിയർ ആയിട്ടുള്ള വിൻ്റർ ആയിരിക്കും യൂറോപ്പിൽ പൊതുവെ വിൻ്റർ. എന്നാൽ അവരുടെ സമ്മറോ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് പോലെ ടു ഹോട്ട് സമ്മേഴ്സ് ഒന്നുമല്ല, അവർക്ക് മൈൽഡ് സമ്മേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചോളുക, യൂറോപ്പിൻ്റെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ സമ്മറൊക്കെ വളരെ മൈൽഡ് ആയിരിക്കും, അവരുടെ വിൻ്റർ വളരെ സിവിയർ ആയിരിക്കും. ഇനി യൂറോപ്പിന് ഈ ഒരു പർട്ടിക്കുലർ ക്ലൈമറ്റ് ഉണ്ടാകാനുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ലാറ്റിറ്റ്യൂഡ്സ്, ടോപ്പോഗ്രഫി ആൻഡ് ദ ക്ലോസ്നെസ് ഓഫ് ദ ഓഷ്യൻ ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് യൂറോപ്പ്. യൂറോപ്പിൻ്റെ മാത്രമല്ല, ഇപ്പോൾ ഏഷ്യ ആണെങ്കിലും അമേരിക്കയാണെങ്കിലും ഏതൊരു കോണ്ടിനെൻറ്റിൻ്റെയും ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, അതിൻ്റെ ലാറ്റിറ്റ്യൂഡ്. അതിപ്പോൾ 0 ഡിഗ്രി തൊട്ട് ഒരു 30 ഡിഗ്രി വരെയുള്ള ലാറ്റിറ്റ്യൂഡിലാണെങ്കിൽ ഹോട്ട് ക്ലൈമറ്റ് ആയിരിക്കും, കാരണം സൺറൈസ് ഒക്കെ അവിടെ വെർട്ടിക്കലായിരിക്കും. എന്നാൽ ലാറ്റിറ്റ്യൂഡ് ഒരു 30 ഡിഗ്രിക്കും ഒരു 70 ഡിഗ്രിക്കും ഒക്കെ ഇടയിൽ വരുമ്പോഴേക്കും ക്ലൈമറ്റ് കുറച്ചുകൂടി കോൾഡ് ക്ലൈമറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് 90 ഡിഗ്രിയിലോട്ട് എത്തുമ്പോൾ നമുക്കറിയാം എക്സ്ട്രീം കോൾഡ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ അന്റാർട്ടിക് പ്രദേശങ്ങൾ എന്നൊക്കെ പറയുന്നത്, 90 ഡിഗ്രി. അപ്പോൾ 0 ഡിഗ്രി ആണെങ്കിൽ ടു ഹോട്ടായിരിക്കും. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ അല്ലെ ഒരു കോണ്ടിനെൻറ്റിൻ്റെ ലാറ്റിറ്റ്യൂഡ് അതിൻ്റെ ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ലാറ്റിറ്റ്യൂഡ് ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും അവിടുത്തെ ക്ലൈമറ്റിനെ പറ്റി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അതുപോലെ തന്നെയാണ് ടോപ്പോഗ്രഫി. ആ പ്രദേശം മൗണ്ടൻ ആണോ, ലെവൽ ഏരിയ ആണോ, കോസ്റ്റൽ ഏരിയ ആണോ, ഈ ടോപ്പോഗ്രഫി ആ പ്രദേശത്തിൻ്റെ ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ യൂറോപ്പിൻ്റെ ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ ടോപ്പോഗ്രഫിയാണ്. മൂന്നാമത്തെ ഫാക്ടർ ഓഷ്യൻ്റെ ക്ലോസ്നെസ്, നിയർനെസ് ടു ഓഷ്യൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓഷനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആയിരിക്കും. ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ കേരളമാണ്. കേരളത്തിൽ മോഡറേറ്റ് ക്ലൈമറ്റ്, ടു ഹോട്ടായിട്ടുള്ള ക്ലൈമറ്റോ
ടു കോൾഡായിട്ടുള്ള ക്ലൈമറ്റോ നമുക്കില്ല. നമുക്ക് ഏതൊരു സമ്മറിലാണെങ്കിലും വിൻ്ററിലാണെങ്കിലും കേരളത്തിൽ നമുക്ക് കോട്ടൺ വസ്ത്രങ്ങൾ കൊണ്ട് നമുക്ക് കഴിയാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? നമുക്ക് ക്ലോസ്നെസ് ടു ഓഷ്യനാണ്. ഓഷ്യനോടുള്ള അടുത്ത് കിടക്കുന്നു. ഓഷ്യനിൽ നിന്ന് അകലും തോറും അവിടെ സമ്മേഴ്സൊക്കെ ടു ഹോട്ടുമായിരിക്കും, വിൻ്ററൊക്കെ ടു കോൾഡുമായിരിക്കും. ഓക്കെ, അപ്പോൾ യൂറോപ്പിൽ ഈ പർട്ടിക്കുലർ ക്ലൈമറ്റ് വരുന്നതിനുള്ള മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ക്ലോസ്നെസ് ടു ദ ഓഷ്യൻ. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് കണ്ടല്ലോ, ലാറ്റിറ്റ്യൂഡ്, ടോപ്പോഗ്രഫി, ക്ലോസ്നെസ് ടു ദ ഓഷ്യൻ are the factors influence the climate of Europe. Okay, high latitude and influence of mountains cause dry winter climate in the north and the east. യൂറോപ്പിൻ്റെ നോർത്ത് ഭാഗത്തും ഈസ്റ്റ് ഭാഗത്തും അവിടെ ഡ്രൈ വിൻ്റർ ആയിരിക്കും. വിൻ്റർ ക്ലൈമറ്റ് വളരെ ഡ്രൈ ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണ്? ഹൈ ലാറ്റിറ്റ്യൂഡും ഇൻഫ്ലുവൻസ് ഓഫ് മൗണ്ടൻസും, മൗണ്ടൻ്റെ പ്രസൻസും ഹൈ ലാറ്റിറ്റ്യൂഡ് എന്ന 2 ഫാക്ടർ കൊണ്ട് യൂറോപ്പിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ വിൻ്റർ ക്ലൈമറ്റ് ഡ്രൈ ആയിരിക്കും. ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഓഷ്യൻ ഇൻ ദ സൗത്ത് ആൻഡ് വെസ്റ്റ് ലീഡ്സ് ടു ദ മോഡറേറ്റ് ക്ലൈമറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്ലോസ്നെസ് ടു ദ ഓഷ്യൻ എന്ന് പറയുമ്പോൾ അവിടെ മോഡറേറ്റ് ക്ലൈമറ്റ് ആയിരിക്കും. എന്താണ് മോഡറേറ്റ് ക്ലൈമറ്റിൻ്റെ മീനിങ്? എന്താണ്? സമ്മർ ഒന്നും ടു ഹോട്ട് ആയിരിക്കത്തില്ല, വിൻ്റർ ഒന്നും ടു കോൾഡും ആയിരിക്കത്തില്ല. എപ്പോഴും ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആയിരിക്കും. അപ്പോൾ യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങളിൽ, അത് ഏത് ഭാഗമാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്, സൗത്ത് ആൻഡ് വെസ്റ്റ്. സൗത്ത് ഭാഗവും വെസ്റ്റ് ഭാഗവും മോഡറേറ്റ് ക്ലൈമറ്റ് എന്തുകൊണ്ട് വന്നിരിക്കുന്നു? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സീ, ക്ലോസ്നെസ് ടു ദ സീ. നെക്സ്റ്റ്, യൂറോപ്പ് ഈസ് ദ ഓൺലി കോണ്ടിനെൻറ്റ് ഇൻ ദ വേൾഡ് വിത്തൗട്ട് ഡെസേർട്ട്. അപ്പോൾ യൂറോപ്പിൽ ഡെസേർട്ട് ഇല്ല, ബട്ട് എല്ലാ കോണ്ടിനെൻസിലും ഡെസേർട്ട്സ് ഉണ്ട്. നമുക്കറിയാം, ഏഷ്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും സൗത്ത് അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലും അതുപോലെ നമ്മുടെ ഇതാണ് ചെറിയ നമ്മുടെ ഓസ്ട്രേലിയ അല്ലേ, ചെറിയ കോണ്ടിനെൻ്റ്, ഓസ്ട്രേലിയയിലും ഒക്കെ ഡെസേർട്ട്സ് ഉണ്ട്. പക്ഷേ ഡെസേർട്ട് ഇല്ലാത്ത ഏക കോണ്ടിനെൻ്റ് ആണ് യൂറോപ്പ്. യൂറോപ്പ് ഈസ് ദ ഓൺലി കോണ്ടിനെൻ്റ് ഇൻ ദ വേൾഡ് വിത്തൗട്ട് ഡെസേർട്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഡെസേർട്ട് ഇല്ല. കാരണം എന്താണ്? അവിടുത്തെ ഈ പ്രത്യേകതരം ക്ലൈമറ്റാണ് അവിടെ ഡെസേർട്ട് ഇല്ലാതെ പോയിരിക്കുന്നത്. കാരണം സമ്മേഴ്സ് ആർ നോട്ട് ടു ഹോട്ട്, സമ്മേഴ്സ് ആർ മൈൽഡ്. ഓക്കെ, അപ്പോൾ യൂറോപ്പിൻ്റെ ക്ലൈമറ്റിനെ പറ്റി നിങ്ങൾക്കൊരു ജനറൽ വ്യൂ ഇതിലൂടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. മൈൽഡ് സമ്മേഴ്സ് ആൻഡ് സിവിയർ വിൻറ്റേഴ്സ്. നെക്സ്റ്റ്, വിച്ച് ആർ ദ ക്ലൈമാറ്റിക് റീജിയൻസ് ഇൻ യൂറോപ്പ്? യൂറോപ്പിലെ ക്ലൈമാറ്റിക് റീജിയൻസിനെ നമ്മൾ 5 റീജിയൻസ് ആയിട്ടാണ് തിരിച്ചിരിക്കുക. ഏറ്റവും കോൾഡായിട്ടുള്ള യൂറോപ്പിൻ്റെ ഏറ്റവും നോർത്ത് ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മുടെ എക്സിമോ പോലെയുള്ള ആളുകൾ വസിക്കുന്ന ഏറ്റവും ടു കോൾഡായിട്ടുള്ള സ്ഥലമുണ്ട്. ആ റീജിയൻസിനെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലൈമാറ്റിക് റീജിയനായിട്ട് വെച്ചിരിക്കുന്നത്, ആർട്ടിക് ഓർ തുന്ദ്ര. അതിനെ നമ്മൾ ആർട്ടിക് റീജിയൻ ക്ലൈമറ്റ് എന്നും വിളിക്കാം, തുന്ദ്ര ക്ലൈമറ്റ് എന്നും വിളിക്കാം. തുന്ദ്ര എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ വിചാരിക്കണം ടു കോൾഡാണ് അല്ലേ. നോർത്ത് പോളാണ്, നോർത്ത് പോളിനോട് അടുത്ത് വരുന്ന സ്ഥലങ്ങളാണ് ഈ പറയുന്ന തുന്ദ്ര. ഓക്കെ, എക്സിമോ എന്ന് പറയുന്ന മഞ്ഞത്ത് ജീവിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ജീവിക്കുന്ന പ്രദേശങ്ങളാണ് ആർട്ടിക് ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങളെ തുന്ദ്ര എന്ന് നമുക്കതിനെ വിളിക്കാം. ഇനിയും അവിടുന്ന് നമ്മൾ സൗത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി തണുപ്പ് കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് നമ്മൾ വരുന്നു. അതിനെ നമുക്ക് സബ് ആർട്ടിക് ക്ലൈമറ്റ് എന്നോ ടൈഗർ ക്ലൈമറ്റ് എന്നോ വിളിക്കാം. ടൈഗ, തുന്ദ്ര, ടൈഗ. ടൈഗ എന്ന് പറയുമ്പോൾ ക്ലൈമറ്റ് കുറച്ചുകൂടി അത്രയും ടു കോൾഡ് അല്ല, കുറച്ചുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റൊക്കെയുള്ള പ്രദേശങ്ങളാണ് ടൈഗ. ദെൻ ഈസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ്, യൂറോപ്പിൻ്റെ ഈസ്റ്റ് ഭാഗത്തെ ഒരു സെപ്പറേറ്റ് ക്ലൈമറ്റാണ് കാണുന്നത്. അതിനെ നമുക്ക് ഈസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് എന്ന് വിളിക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാം. അടുത്തത് വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ്, യൂറോപ്പിൻ്റെ വെസ്റ്റ് ഭാഗത്ത് കാണുന്ന ഒരു പർട്ടിക്കുലർ ക്ലൈമറ്റ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് കാണാം. ഓക്കെ, വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ്. പിന്നെ മെഡിറ്ററേനിയൻ സീ നമുക്കറിയാം, യൂറോപ്പിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് മെഡിറ്ററേനിയൻ സീ ഉണ്ട്. ആ മെഡിറ്ററേനിയൻ സീയുടെ ഭാഗത്ത് ഒരു സെപ്പറേറ്റ് ക്ലൈമറ്റാണ് കാണുക. അതിനെ നമുക്ക് എന്ത് പേര് വിളിക്കാം? മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ യൂറോപ്പിലെ ക്ലൈമാറ്റിക് റീജിയൻസിനെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശങ്ങളെ തുന്ദ്ര ക്ലൈമറ്റ് എന്നും അതിനേക്കാൾ കുറച്ചുകൂടി തണുപ്പ് കുറഞ്ഞ പ്രദേശങ്ങളെ ടൈഗ ക്ലൈമറ്റ് എന്നും ഈസ്റ്റ് ഭാഗത്ത് കാണുന്ന ക്ലൈമറ്റിനെ ഈസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് എന്നും വെസ്റ്റ് ഭാഗത്ത് കാണുന്ന ക്ലൈമറ്റിനെ വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് എന്നും മെഡിറ്ററേനിയൻ സീയുടെ ഭാഗത്ത് കാണുന്ന ക്ലൈമറ്റിനെ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എന്നും നമ്മൾ 5 ക്ലൈമാറ്റിക് റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 5 ക്ലൈമാറ്റിക് റീജിയൻസ്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ആദ്യം നമുക്ക് തുന്ദ്ര ക്ലൈമറ്റിനെ പോവാം. അപ്പോൾ ക്ലൈമാറ്റിക് റീജിയൻ്റെ ഒരു
മാപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ടൈപ്പിലുള്ള ക്ലൈമാറ്റിക് റീജിയൻസും കാണാം. ആദ്യം എഴുതിയിരിക്കുന്നത് തുന്ദ്ര, ഏറ്റവും നോർത്തിൽ കാണുന്നതാണ് തുന്ദ്ര. അവിടെ നമുക്കറിയാം ഏറ്റവും 90 ഡിഗ്രി ഭാഗത്തേക്ക് വരെ നമുക്ക് ആ തുന്ദ്ര ക്ലൈമറ്റ് കാണാൻ പറ്റും. അതിന് സൗത്തിലായിട്ട് ഒരു എന്താണ് പെയിലായിട്ടുള്ള ഒരു വയലറ്റ് കളറിൽ കാണുന്നതാണ് ടൈഗ. അപ്പോൾ ഏറ്റവും ഡാർക്ക് വയലറ്റ് കളറാണ് തുന്ദ്ര. അതിന് സൗത്തിലായിട്ട് കാണുന്ന പെയിലായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് അല്ലാത്ത വയലറ്റ് കളറാണ് നമുക്ക് ടൈഗ ക്ലൈമറ്റ് എന്ന് പറയുക. പിന്നെ ഈസ്റ്റ് ഭാഗത്തേക്ക് നോക്കിക്കേ, ഈസ്റ്റ് ഭാഗത്ത് കാണുന്നതാണ് ഈസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ്, വെസ്റ്റ് ഭാഗത്ത് കാണുന്നതാണ് വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ്. മെഡിറ്ററേനിയൻ സീയുടെ ഭാഗത്ത് കാണുന്നതാണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ്. അപ്പോൾ ഇങ്ങനെ 5 ഭാഗങ്ങളായിട്ടാണ് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണിക്കുന്ന ഒരു മാപ്പാണ് യൂറോപ്പിലെ ക്ലൈമറ്റ്. നമുക്ക് ഒന്നാമത്തെ നമ്മുടെ ക്ലൈമാറ്റിക് റീജിയൻ തുന്ദ്രയെ പറ്റി പഠിക്കാം. അപ്പോൾ നമ്മുടെ എക്സിമോകളൊക്കെ ഇഗ്ലു പോലെയുള്ള ഹൗസുകളൊക്കെ പണിത് അങ്ങനെ ജീവിക്കുന്ന അവിടെ വിൻ്റർ എന്ന് പറഞ്ഞാൽ 6 മന്ത് രാത്രിയാണ്, സമ്മർ ആകുമ്പോഴോ 6 മന്ത് പകലാണ്. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തുന്ദ്ര ക്ലൈമറ്റിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിത രീതി, അവരുടെ ഭക്ഷണം, അവരുടെ ഇതിൻ്റെ എല്ലാം വീഡിയോകളൊക്കെ നമുക്കിപ്പോൾ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോകളൊക്കെ എടുത്ത് നിങ്ങൾ തുന്ദ്ര ക്ലൈമറ്റിനെ പറ്റി കാണുക. ഓക്കെ, ആർട്ടിക് പാർട്സ് ഓഫ് ദ യൂറോപ്പ് എക്സ്പീരിയൻസ് തുന്ദ്ര ക്ലൈമറ്റ്. ആർട്ടിക്കും അന്റാർട്ടിക്കും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. നോർത്ത് പോളിൽ കാണുന്ന ഭാഗമാണ് ആർട്ടിക്, സൗത്ത് പോളിലേക്ക് പോകുന്നതാണ് അന്റാർട്ടിക്. അപ്പോൾ നമ്മൾ ഈ യൂറോപ്പ് പൂർണ്ണമായിട്ടും നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ നമ്മൾ അന്റാർട്ടിക്കിനെ പറ്റി ചിന്തിക്കുകയേ ചെയ്യരുത്. യൂറോപ്പിലെ ആർട്ടിക് പ്രദേശം എന്ന് പറഞ്ഞാൽ നോർത്ത് പോളിനും അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് ആർട്ടിക്. അപ്പോൾ ആർട്ടിക് പാർട്സ് ഓഫ് ദ യൂറോപ്പ് എക്സ്പീരിയൻസ് തുന്ദ്ര ക്ലൈമറ്റ്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഷോർട്ട് കോൾഡ് സമ്മേഴ്സ് ആൻഡ് ലോങ് ഹാഷ് വിൻറ്റേഴ്സ്. ഇപ്പോൾ ഈ തുന്ദ്ര ക്ലൈമറ്റിൽ ജീവിക്കുന്ന ആളുകൾക്ക് സമ്മർ വരും, പക്ഷേ അത് വളരെ ഷോർട്ടായിരിക്കും. ഏതാനും ദിവസങ്ങളിലേ സമ്മറുള്ളൂ. സൂര്യനെ കുറച്ച് ദിവസത്തേക്ക് കാണാം, കുറച്ച് നാളത്തേക്ക് സൂര്യനെ കാണാം. അവരുടെ സമ്മേഴ്സ് ആർ ഷോർട്ട് ബട്ട് വിൻറ്റേഴ്സോ ലോങ് ആൻഡ് ഹാഷ് വിൻറ്റേഴ്സ്. വിൻ്റർ വന്നു കഴിഞ്ഞാൽ വിൻ്റർ അങ്ങനെ ഇങ്ങനെയൊന്നും പോവുകയില്ല, അങ്ങനെ തുടരും. 7, 8, 9, 10 മാസം അവർക്ക് വിൻ്റർ തന്നെയായിരിക്കും. അപ്പോൾ ലോങ് ആൻഡ് ഹാഷ് വിൻറ്റേഴ്സ്, ഷോർട്ട് ആൻഡ് കോൾഡ് സമ്മേഴ്സ്. സമ്മറാന്ന് പറഞ്ഞാലും തുന്ദ്ര ക്ലൈമറ്റിലുള്ളവർക്ക് കോട്ടൺ വസ്ത്രങ്ങളിട്ട് നടക്കാൻ പറ്റുമോ? നോ. സമ്മർ ആണെങ്കിൽ അവരുടെ ടെമ്പറേച്ചർ 0 ഡിഗ്രിയിൽ നിന്ന് വില 10 ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു 10 ഡിഗ്രി മാക്സിമം വരും, അത്രേ ഉള്ളൂ. അവർക്ക് എല്ലാ കാലത്തും അവർ ഊളിൻ്റെ കമ്പിളിയുടെ വസ്ത്രങ്ങൾ തന്നെ സമ്മറിലും ധരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോൾഡ് സമ്മേഴ്സ്. വിൻ്റർ ആണെങ്കിലോ സിവിയർ വിൻറ്റേഴ്സ് ആയിരിക്കും. അവരെ മൃഗങ്ങളുടെ തോലൊക്കെ വലിയ കുപ്പായം പോലെ തയ്പ്പിച്ച് വെച്ച് അതിനകത്ത് കയറിയാണ് പുറത്തോട്ട് പോകുന്നത്. ഓക്കെ, അല്ലാതെ സാധാരണ രീതിയിലുള്ള വൂളൻ വസ്ത്രങ്ങൾ കൊണ്ടൊന്നും വിൻ്റർ അവർക്ക് കടന്നു വിടാൻ പറ്റുകയില്ല. അതിന് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ വസ്ത്രങ്ങളൊക്കെ അവരിടുന്നുണ്ടായി. അതുകൊണ്ടാണ് പറയുക ലോങ് ഹാഷ് വിൻറ്റേഴ്സ്. വിൻ്റർ എന്ന് പറയുന്നത് എത്ര മാസം കാണും? 11 മന്തും വിൻ്റർ ആയിരിക്കും. വല്ല 1 മന്തൊക്കെ ആയിരിക്കും ചെറിയ രീതിയിലൊരു സമ്മർ അവർക്കുണ്ടാകുന്നത്. അതാണ് തുന്ദ്ര ക്ലൈമറ്റ്. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഈ തുന്ദ്ര ക്ലൈമറ്റിൽ ജീവിക്കാനേ പറ്റുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ജനിച്ചു വളർന്ന പ്രത്യേക ആളുകൾക്ക് മാത്രമേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അത്രമാത്രം ഷോർട്ട് കോൾഡ് സമ്മേഴ്സ് ആൻഡ് ലോങ് ഹാഷ് വിൻറ്റേഴ്സ്. വൈൽ സമ്മർ ടെമ്പറേച്ചർ റൈസസ് 10 ഡിഗ്രി സെൽഷ്യസ്, വിൻ്റർ ടെമ്പറേച്ചർ ഡ്രോപ്സ് ഫ്രം -25 ഡിഗ്രി സെൽഷ്യസ് ടു -40 ഡിഗ്രി സെൽഷ്യസ്. സമ്മറിലെ അവരുടെ മാക്സിമം ടെമ്പറേച്ചർ നിങ്ങൾ കണ്ടോ? 10 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. 10 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ? നമ്മുടെ നാട്ടിൽ നമുക്ക് 20 ഡിഗ്രി ആകുമ്പോൾ നമ്മൾ തണുത്തിട്ട് നമ്മൾ പുതപ്പ് ഉപയോഗിച്ച് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 10 ഡിഗ്രിയുടെ അവസ്ഥ എന്താണ്? സമ്മറിലെ മാക്സിമം ടെമ്പറേച്ചർ 10 ഡിഗ്രി. എന്നാൽ വിൻ്ററിൽ ടെമ്പറേച്ചർ എവിടം വരെ ലോ ആകും? -25. നമുക്കറിയാം 0 ഡിഗ്രിയിൽ ഐസാകും അല്ലേ? വാട്ടർ ഐസായി മാറും. അപ്പോൾ -25, 0യിൽ നിന്നും 25 ഡിഗ്രി ബിലോ പോകുമ്പോൾ ആ ടെമ്പറേച്ചറിനെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അത്രയും ടെമ്പറേച്ചറാണ് തുന്ദ്ര ക്ലൈമറ്റിലെ. -40 വരെ പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ പ്രത്യേക രീതിയിൽ ഈ മൃഗങ്ങളുടെ തോല് കൊണ്ടുണ്ടാക്കിയ കട്ടി കൂടിയ ഒരു പ്രത്യേകതരം വസ്ത്രം തല മുതൽ പാദം വരെ ഇട്ടിട്ടാണ് ഈ എക്സിമോ പോലുള്ള ആളുകളെ ഈ വിൻ്ററിൽ പുറത്തേക്ക് ഇറങ്ങുക. അത്രമാത്രം -40 ഡിഗ്രി വരെ അവരുടെ ടെമ്പറേച്ചർ വിൻ്ററിൽ ലോ ആകാറുണ്ട്.
ദർ ഈസ് നോ സൺലൈറ്റ് ഹിയർ ഫോർ 5 to 6 months ഇൻ വിൻ്റർ. വിൻ്റർ എന്ന് പറയുന്ന ഒരു 10 month ഒക്കെ കാണും. ആകെയുള്ള 12 months 10 months വിൻ്റർ ആയിരിക്കും. അതിൽ 5 to 6 months അവർക്ക് സൺലൈറ്റ് ഇല്ല, സൂര്യനെ കാണാനേ പറ്റുകയില്ല. അതായത് അത്രയും മാസം അവർക്ക് ഇരുട്ടായിരിക്കും. സൂര്യൻ വരുന്നുമില്ല പോകുന്നുമില്ല. ഓക്കെ, സോ ദർ ഈസ് നോ സൺലൈറ്റ് ഹിയർ ഇൻ 5 to 6 months ഇൻ വിൻ്റർ. ഡ്യൂ ടു എക്സ്ട്രീം കോൾഡ് only shrubs, lichens and mosses grow here. എക്സ്ട്രീം കോൾഡിൽ ഏത് മരം വളരാനാണ്? അതുകൊണ്ട് അവിടെ ആകെയുള്ളത് ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികൾ, അതുപോലെ തന്നെ ഈ പന്നലുകൾ, അതുപോലെ പായലുകളെ, മോസസ് പായല്, അങ്ങനെയുള്ള ചെറിയ സസ്യങ്ങൾ മാത്രമല്ല. അവരുടെ ആഹാരത്തിൻ്റെ ഭൂരിഭാഗവും അവരെ മൃഗങ്ങളുടെ മാംസമാണ് കഴിക്കുക. ഓക്കെ, അവരെ റെയിൻഡിയർ എന്ന് പറയുന്ന ഒരു മൃഗത്തെ വളർത്തും. ഇവിടെ പറയുന്നുണ്ട് അവിടെ കാണുന്ന ആനിമൽസ്, only a few animals such as wolf, reindeer, polar bear and arctic hare are seen here. ഹിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുയല്, ആർട്ടിക് മുയല്, ഈ മഞ്ഞിൽ കാണുന്ന ഒരുതരം മുയല്, അതൊക്കെ അവർ ഭക്ഷണമാകും കേട്ടോ. അതുപോലെ പോളാർ ബിയർ, അതിനെ ഭക്ഷണമാകുമെന്ന് തോന്നുന്നില്ല, അത് കുറച്ച് അക്രമകാരിയാണ്. പക്ഷെ അവർ റെയിൻഡിയർ പോലുള്ള മാൻ പോലിരിക്കുന്ന, നമ്മുടെ മാനിനെ പോലിരിക്കുന്ന ഒരു മൃഗമാണ് റെയിൻഡിയർ. അതിനെ അവരെ കൂട്ടമായിട്ട് വളർത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ മാംസമൊക്കെ അവർ ഉപയോഗിക്കും. അതുപോലെ വൂൾഫുണ്ട്. അങ്ങനെ ഈ എക്സ്ട്രീം കോൾഡ് ക്ലൈമറ്റിൽ ജീവിക്കാൻ പറ്റുന്ന എ ഫ്യൂ ആനിമൽസ് മാത്രമേ നമുക്കവിടെ കാണാൻ പറ്റുന്നുള്ളൂ. എ ഫ്യൂ ട്രീസ്, എ ഫ്യൂ ആനിമൽസ്. ഓക്കെ, ബിക്കോസ് ഓഫ് ദി എക്സ്ട്രീം കോൾഡ് 5-6 months ദർ ഈസ് നോ സൺലൈറ്റ്. ഓക്കെ, അപ്പോൾ 6 months നൈറ്റ് ഉള്ള സ്ഥലമാണ് തുന്ദ്ര. ഓക്കെ, അപ്പോൾ അവിടുത്തെ ആനിമൽസിനെയൊക്കെ ഒന്ന് കാണിച്ചേ. തുന്ദ്ര ക്ലൈമറ്റിൽ കാണുന്ന വൂൾഫിനെ കാണാം, റെയിൻഡിയറെ. ഇതിനെ അവർ കൂട്ടമായിട്ട് വളർത്തും. ഓരോ വീട്ടുകാർക്കും റെയിൻഡിയറെ 50, 60, 100 എണ്ണമൊക്കെയുള്ള റെയിൻഡിയേഴ്സ് ഉണ്ട്. ഇതിനെ ഇടയ്ക്കിടയ്ക്ക് അവർ കൊന്നു ഭക്ഷിക്കും. ഇതിൻ്റെ തൊലിയെടുത്ത് അവർ ഈ എക്സ്ട്രീം കോൾഡിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ ഇഗ്ലൂ പോലുള്ള വീടുകളിൽ വിരിക്കുകയും അതിൻ്റെ ഭിത്തിയൊക്കെ ഇതുകൊണ്ട് മറയ്ക്കുകയും അതുപോലെ തന്നെ അതുകൊണ്ടുള്ള കട്ടി കൂടിയ വസ്ത്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതിനാണ് റെയിൻഡിയർ. അതുപോലെ പോളാർ ബിയറിനെ കണ്ടോ? അമ്മയും മക്കളും ഒക്കെ ആയിട്ടിരിക്കുന്ന കണ്ടോ പോളാർ ബിയർ. ഓക്കെ, മഞ്ഞിലൂടെ ഓടിക്കളിക്കുന്ന മൃഗമാണ്. ഇതിനതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള പവറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുന്ദ്ര ക്ലൈമറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആരും മറന്നു പോകരുത്. റെയിൻഡിയറും മക്കളെയും കണ്ടോ? പോളാർ ബിയറിനെയും മക്കളെയും കണ്ടോ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ടൈഗയിലേക്ക് പോകാം. അപ്പോൾ അത്രയും എക്സ്ട്രീം കോൾഡ് ഇല്ലാത്ത കുറച്ചുകൂടി തുന്ദ്ര ക്ലൈമറ്റിൻ്റെ സൗത്തിൽ കാണുന്ന പ്രദേശമാണ് ടൈഗ. ടൈഗ ക്ലൈമറ്റ് ഈസ് എക്സ്പീരിയൻസ് ഇൻ ദ സബ് ആർട്ടിക് റീജിയൻ. ആർട്ടിക് റീജിയനും വരെ പോകണ്ട, അതിനിപ്പുറം എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ സൗത്തിലാണ് ദിസ് ടൈഗ ക്ലൈമറ്റ്. സബ് ആർട്ടിക് ക്ലൈമറ്റ് എന്നും ഇതിനെ വിളിക്കാം. സബ് ആർട്ടിക് ദറ്റ് ഹാസ് ഇൻ ദ തുന്ദ്ര റീജിയൻ, സൗത്ത് ഓഫ് ദ തുന്ദ്ര റീജിയൻ. സൗത്തിലാണ്, തുന്ദ്ര റീജിയൻ്റെ സൗത്തിലാണ് ഈ പറയുന്ന സബ് ആർട്ടിക് ക്ലൈമറ്റ് കാണുക. ഹിയർ സമ്മേഴ്സ് ആർ ഷോർട്ട് ആൻഡ് മൈൽഡ്. ഈ സബ് ആർട്ടിക് എന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കര ചൂടാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കില്ലേ. ആർട്ടിക് റീജിയൻ്റെ അത്രയും എക്സ്ട്രീം കോൾഡ് അല്ലെന്നേ ഉള്ളൂ. ഇവിടവും ഓൾറെഡി കോൾഡ് തന്നെയാണ്. വിൻ്റർ ആണെങ്കിലും സമ്മർ ആണെങ്കിലും അവർക്ക് ഊളിൻ്റെ കമ്പിളി വസ്ത്രങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ഇതും തുന്ദ്ര പ്രദേശങ്ങളെ പോലെ തന്നെ തണുത്ത പ്രദേശങ്ങളാണ്, പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആണെന്നുള്ളതേ ഉള്ളൂ. ഹിയർ സമ്മേഴ്സ് ആർ ഷോർട്ട് ആൻഡ് മൈൽഡ്. ഇവിടെയും സമ്മർ വളരെ ഷോർട്ടായിരിക്കും, 2 മാസം 3 മാസമേ സമ്മർ ഉള്ളൂ. ബട്ട് വിൻ്റേഴ്സ് ആർ ഹാഷ് ആൻഡ് ദോസ് ഇൻ ദ ആർട്ടിക് ക്ലൈമറ്റ്. ആർട്ടിക് ക്ലൈമറ്റിലുള്ളതുപോലെ തന്നെ തുന്ദ്ര ക്ലൈമറ്റിലുള്ളതുപോലെ തന്നെ വിൻ്റേഴ്സ് ഇവിടെയും വളരെ ഹാഷായിരിക്കും. വിൻ്റർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇവിടെയും ബിലോ 0 ഡിഗ്രി ആയിരിക്കും. മൈനസിലേക്ക് പോകും. ടെമ്പറേച്ചർ ഈസ് ബിലോ 0 ഡിഗ്രി ആൻഡ് ഫോർ 5 to 7 months. ടൈഗർ ക്ലൈമറ്റിൽ 5 to 7 months ടെമ്പറേച്ചർ 0 ഡിഗ്രിയിലും താഴെയായിരിക്കും. സോ ഈ എക്സ്ട്രീം കോൾഡ് ഇവിടെയും അനുഭവപ്പെടുന്നു. ബട്ട് ഈ നമ്മളിത് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി തുന്ദ്രയേക്കാൾ ബെറ്ററാണ് ടൈഗ. ഓക്കെ, പെർസിപ്പിറ്റേഷൻ ഇൻ ദ ടൈഗർ ക്ലൈമറ്റ് ഈസ് ജനറലി ഇൻ ദ ഫോം ഓഫ് സ്നോ. ഒരിക്കലും മഴ വെള്ളമായിട്ട് വീഴാറില്ല. അവിടുത്തെ പെർസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെയിൻഫോൾ എപ്പോഴും സ്നോ ആയിരിക്കും. അതായത് മഴ തുള്ളികളായിട്ട് വാട്ടർ അല്ല വരുന്നത്, പകരം എന്താണ് വരുന്നത്? ഐസാണ് അവിടെ പൊഴിയുക. അത്രമാത്രം തണുപ്പ് കൂടിയ പ്രദേശങ്ങളാണ് ടൈഗ. ദ മെയിൻ വെജിറ്റേഷൻ ഓഫ് ദ ടൈഗർ ക്ലൈമറ്റ് ഈസ് എവർഗ്രീൻ ഫോറസ്റ്റ് വിത്ത് കോണിഫറസ് ട്രീസ്.
ടൈഗ ക്ലൈമറ്റിൽ കോണിഫറസ് ട്രീസ് നമുക്ക് കാണാൻ പറ്റും. എവർഗ്രീൻ ആയിരിക്കും, ഇല പൊഴിയാത്ത എവർഗ്രീൻ ആയിട്ടുള്ള കോണിഫറസ് ട്രീസ് ആണ് ടൈഗ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത. എന്താണ് കോണിഫറസ്? ആ ട്രീയുടെ ഇലകളും അതിൻ്റെ ശിഖരങ്ങളും എല്ലാം അതിൻ്റെ ഷേപ്പ് ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. അങ്ങനെയുള്ള ട്രീസാണ് അവിടെ കാണപ്പെടുക. പ്രധാനപ്പെട്ട ട്രീസിൻ്റെ പേര് ഇവിടെ പറയുന്നുണ്ട്. ദ മെയിൻ ട്രീസ് ആർ പൈൻ ആൻഡ് സെഡാർ. പൈനും സെഡാറുമാണ് ടൈഗ ക്ലൈമറ്റിലെ പ്രധാനപ്പെട്ട രണ്ട് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് ഇവിടെ കാണപ്പെടുക. ഓക്കെ, ഈ സെഡാർ എന്ന് പറഞ്ഞാൽ സിഡോ എന്ന് നമുക്ക് പറഞ്ഞാൽ മതി. സിഡോ എന്ന് പറഞ്ഞാൽ ഒരുതരം എന്താണ് കോണിഫറസ് ട്രീ ആണ്. അതുപോലെ തന്നെ പൈൻ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ മലയാളത്തിൽ ദേവദാരു എന്ന് വിളിക്കാം, പൈനിനെ. അപ്പോൾ പൈനും സെഡോ എന്ന് പറയുന്ന രണ്ട് ട്രീസാണ് പ്രധാനമായിട്ടും ടൈഗ ക്ലൈമറ്റിൽ കാണുക. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട ആനിമൽസ് ഏതൊക്കെയാണ്? എർമിൻ, സിൽവർ ഫോക്സ് ആർ ദ പ്രോമിനൻ്റ് ആനിമൽസ് ഇൻ ദിസ് റീജിയൻ. ഓക്കെ, ഇതൊക്കെ എന്താണ്? സിൽവർ ഫോക്സിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു പർട്ടിക്കുലർ ഫോക്സിൻ്റെ തന്നെ വെറൈറ്റി ജീവിയാണ്. അത് എപ്പോഴും മഞ്ഞിനകത്തൊക്കെ ജീവിക്കുന്നതുകൊണ്ട് സിൽവർ കളറായതുകൊണ്ട് നമ്മളതിനെ സിൽവർ എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. എർമൻ എന്ന് പറയുന്നത് ഒരുതരം ചെറിയ ഒരു ജീവിയാണ് എർമൻ. അതിനെ കണ്ടാൽ നമ്മുടെ ഈ ടെഡി ബിയറിനെ പോലൊക്കെ ഇരിക്കും എർമൻ. നമ്മുടെ ടെക്സ്റ്റിലും ഉണ്ട്, നമുക്ക് അതിൻ്റെ പടം കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ടൈഗ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ ഉണ്ട് എർമൻ, കണ്ടോ, ടെഡി ബിയറും ഒക്കെ പോലെ ഇരിക്കും അല്ലേ. അതുപോലെ തന്നെ സിൽവർ ഫോക്സിനെ കണ്ടോ, മഞ്ഞ് വീണ് കിടക്കുന്നതുകൊണ്ട് എപ്പോഴും പുള്ളി തിളങ്ങി നിൽക്കും, അതുകൊണ്ടാണ് അതിനെ സിൽവർ ഫോക്സ് എന്ന് വിളിക്കുക. അപ്പോൾ ടൈഗയിലെ ആനിമൽസ് ഇതൊക്കെയാണ്. ഓക്കെ, നമുക്ക് ഓരോ രാജ്യത്തുമുള്ള അവിടുത്തെ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നോർവേ, സ്വീഡൻ പൈൻ, എർമിൻ, അവിടുത്തെ ആനിമൽ ലിങ്സും എർമിനും. ദെൻ ഫിൻലാൻഡ്, റഷ്യ സെഡാർ, സിൽവർ ഫോക്സ്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് തുന്ദ്ര ക്ലൈമറ്റ്, രണ്ടാമത്തേത് ടൈഗ ക്ലൈമറ്റ്. ഓക്കെ, അടുത്തത് ഈസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ്. ഈസ്റ്റേൺ യൂറോപ്പിൻ്റെ ഈസ്റ്റ് ഭാഗത്ത് കാണുന്ന ക്ലൈമറ്റ് ഒരു പർട്ടിക്കുലർ ക്ലൈമറ്റാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് യൂറോപ്പ് എക്സ്പീരിയൻസ് സിവിയർ സമ്മേഴ്സ് ആൻഡ് എക്സ്ട്രീം വിൻറ്റേഴ്സ്. വളരെ ചൂട് കൂടിയ സമ്മറും വളരെ എക്സ്ട്രീം കോൾഡുള്ള വിൻ്ററുമായിരിക്കും ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ യൂറോപ്പ്. വിൻ്റർ ടെമ്പറേച്ചർ ഓഫൻ ഡ്രോപ്സ് ബിലോ 0 ഡിഗ്രി സെൽഷ്യസ്. വിൻ്ററിലെ ടെമ്പറേച്ചർ 0 ഡിഗ്രിയിലും ബിലോ ആകുന്നു. അതിൻ്റെ മീനിങ് എന്താണ്? എക്സ്ട്രീം വിൻ്റർ. ലൈറ്റ് റെയിൻഫോൾ ഈസ് കോമൺ ഇൻ സമ്മർ സിവിയർ സമ്മർ ആയിരിക്കും, നല്ല ഹൈ ടെമ്പറേച്ചർ വരുന്ന സമ്മർ ആയിരിക്കും യൂറോപ്പിൻ്റെ ഈസ്റ്റ് ഭാഗത്ത്. അതുകൊണ്ട് തന്നെ സമ്മർ സീസണിൽ റെയിൻഫോൾ ഉണ്ടാകും. അപ്പോൾ നമുക്കറിയാം സമ്മറിൽ റെയിൻഫോൾ ഉണ്ടാകാൻ സമ്മർ റെയിൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അതിൻ്റെ കാരണം എന്താണ്? ഇവാപ്രേഷനാണ് അതിൻ്റെ കാരണം. സമ്മറിലെ ടെമ്പറേച്ചർ കൊണ്ട് ഇവാപ്രേഷൻ സംഭവിക്കുകയും ഇവാപ്രേഷനിലൂടെ വരുന്ന മോയ്സ്ചറ് വീണ്ടും തണുത്ത് അവിടെ മഴയായിട്ട് പെയ്യുകയും ചെയ്യുന്നു. സോ light rainfall is common in summer in Eastern European climate. Large trees do not grow in areas experiencing this climate. ഇവിടെയും വലിയ ട്രീസ് ഒന്നും തന്നെ വളരുന്നില്ല. ദ സ്റ്റെപ്പീസ് എക്സ്പീരിയൻസ് ദിസ് ഈസ്റ്റ് യൂറോപ്യൻ ക്ലൈമറ്റ്. നമുക്കറിയാം യൂറോപ്പിലെ പുൽമേടുകളെ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പീസ്. അപ്പോൾ പുൽമേടുകളാണ് ഈസ്റ്റ് യൂറോപ്യൻ ക്ലൈമറ്റിൽ കാണുക. ഹൈറ്റ് കൂടിയ ട്രീസ് ഒന്നും തന്നെ ഇത്തരം ക്ലൈമറ്റിൽ കാണപ്പെടുന്നില്ല. സ്റ്റെപ്പീസ് എന്ന് പറയുന്നത് നമുക്കറിയാം ചെറിയ പുല്ല് അല്ലേ, പുൽമേടുകളാണ്. ആനിമൽസ് ദാറ്റ് ആർ മെയിൻലി ഫൗണ്ട് ആർ ആൻറ്റിലോപ്പ്, വൂൾഫ് ആൻഡ് ഹോഴ്സ്. ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മൃഗങ്ങളാണ് ആൻറ്റിലോപ്പ്, ഒരുതരം മാൻ വർഗത്തിൽപ്പെട്ടതാണ് ആൻറ്റിലോപ്പ്. പിന്നെ വൂൾഫ് ഉണ്ട്, ഹോഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ഈസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ സിവിയർ സമ്മർ ആയിരിക്കും, എക്സ്ട്രീം വിൻ്റർ ആയിരിക്കും. വിൻ്ററിലെ ടെമ്പറേച്ചർ 0 ഡിഗ്രിയിലും ബിലോയാകും. ഓക്കെ, ലൈറ്റ് റെയിൻഫോൾ സമ്മറിൽ ഉണ്ടാകാറുണ്ട്. വലിയ ട്രീസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. സ്റ്റെപ്പീസ് മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ യൂറോപ്പിലെ സ്റ്റെപ്പീസ് ഒക്കെ കാണപ്പെടുന്ന അവിടുത്തെ ക്ലൈമാറ്റിക് റീജിയൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതിക്കോണം ഈസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ്. ഇനി വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റിലേക്ക് പോകുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? ദ വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സിവിയർ വിൻ്റർ, മോഡറേറ്റ് ഹീറ്റ് ആൻഡ് റെയിൻഫോൾ ത്രൂ ഔട്ട് ദ ഇയർ. ഈ വെസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ വിൻ്റർ വളരെ സിവിയർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നല്ല കോൾഡ് ആയിരിക്കും വിൻ്ററിൽ. 0 ഡിഗ്രിയിലും ബിലോ ആയിരിക്കും ടെമ്പറേച്ചർ.
മോഡറേറ്റ് ഹീറ്റ് ആൻഡ് റെയിൻഫോൾ ത്രൂ ഔട്ട് ദ ഇയർ. എന്നാൽ വിൻ്റർ കഴിഞ്ഞാൽ മോഡറേറ്റ് ഹീറ്റ് ആയിരിക്കും, റെയിൻഫോൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ സമ്മറൊക്കെ വളരെ മോഡറേറ്റ് ആയിരിക്കും. ദ വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് ഈസ് എക്സ്പീരിയൻസ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് ലൈക്ക് ബ്രിട്ടൻ, നെതർലാൻഡ്, ബെൽജിയം, സൗത്തേൺ നോർവേ, ഡെൻമാർക്ക്, വെസ്റ്റേൺ ഫ്രാൻസ് ആൻഡ് നോർത്തേൺ സ്പെയിൻ. അപ്പോൾ സ്പെയിനിൻ്റെ നോർത്ത് ഭാഗം, ഫ്രാൻസിൻ്റെ വെസ്റ്റ് ഭാഗം, ഡെൻമാർക്ക്, നോർവേ, ബെൽജിയം, ദെൻ നെതർലാൻഡ്, ബ്രിട്ടൻ, ഇതൊക്കെയാണ് വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട കൺട്രീസ്. ദ വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ പ്ലാന്റ് ഗ്രോത്ത്. ഇവിടെ നന്നായിട്ട് പ്ലാന്റ്സ് ഒക്കെ വളരും. കാരണം എന്താണ്? മോഡറേറ്റ് ഹീറ്റും റെയിൻഫോളും അവിടെ കിട്ടുന്നു. ഡെസിഡസ് ട്രീസ് വിച്ച് സ്ട്രോങ് വുഡ് ആൻഡ് ബ്രോഡ് ലീവ്സ് ആർ ഫൗണ്ട് ഹിയർ. അതായത് ബ്രോഡായിട്ടുള്ള വീതി കൂടിയ ഇലകളുള്ള ട്രീസ് ഇവിടെ കാണപ്പെടുന്നു. അതിൻ്റെ വുഡ് വളരെ സ്ട്രോങ് ആയിരിക്കും. നമുക്ക് ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പോലുള്ള ഓക്കൊക്കെ പോലുള്ള ബീച്ച് ഓക്ക്, ആഷ് ഒക്കെ പോലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള വുഡുള്ള ട്രീസും വലിയ ഇലകളുള്ള ട്രീസുമായിരിക്കും അവിടെ. ബീച്ച്, എൽം, ഓക്ക്, ബർച്ച്, ആഷ്, ഓൾ ദീസ് ടൈപ്പ് ഓഫ് ട്രീസ് ആർ ഫൗണ്ട് ഹിയർ. അപ്പം വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് ഉള്ള രാജ്യങ്ങളിൽ ജീവിതം വളരെ സുഖകരമാണ്. അവിടെ നല്ല ട്രീസൊക്കെ ഉണ്ടാകും, നല്ല സ്ട്രോങ് വുഡൊക്കെയുള്ള ട്രീസാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ സമ്മറിലൊക്കെ മോഡറേറ്റ് ഹീറ്റ് ആയിരിക്കും, റെയിൻഫോൾ ത്രൂ ഔട്ട് ദി ഇയർ കാണും. അതുകൊണ്ട് കൃഷി കാര്യങ്ങളെല്ലാം നടക്കും. അങ്ങനെ വളരെ നല്ല ഒരു ക്ലൈമാറ്റിക് റീജിയനാണ് വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ്. ആനിമൽസ് ലൈക്ക് സ്ക്വിറൽസ്, ഫോക്സ്, ഹെയർ, ഡിയർ ആൻഡ് വൂൾഫ് ആർ ഓൾസോ ഫൗണ്ട് ഹിയർ. അപ്പോൾ എല്ലാത്തരം ആനിമൽസിനും അവിടെ ഓക്കെയാണ്. അതുകൊണ്ട് സ്ക്വിറൽസ് ഉണ്ട്, ഫോക്സ് ഉണ്ട്, ഹെയർ ഉണ്ട്, ഡിയർ ഉണ്ട്, വൂൾഫ് ഉണ്ട്. ഓൾ ദീസ് ടൈപ്സ് ഓഫ് ആനിമൽസ് ആർ ഫൗണ്ട് ഇൻ വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ്. അപ്പം നമ്മളിപ്പോൾ ആദ്യം പഠിച്ച 3 ക്ലൈമറ്റ്, തുന്ദ്രയാണെങ്കിലും ടൈഗയാണെങ്കിലും ഈസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് ആണെങ്കിലും അതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ്. ഓക്കെ, ഇനി നമുക്ക് അവിടുത്തെ ഓക്കിനെ ഒന്ന് കാണാം. ഓക്ക് കണ്ടോ? ഈ ആഷ് എന്ന് പറയുന്ന ഈ ചെടി, ഈ ആഷ് എന്ന് പറയുന്ന മരത്തെ നമ്മുടെ ഇന്ത്യയിലൊക്കെ പറയുന്ന അശോകമരം എന്നാണ് പറയുന്നത്. അശോകമരം അല്ലേ? ഒരു വളരെ ഒരു നന്മയുള്ള മരമായിട്ട് അല്ലെങ്കിൽ ഒരു വിശുദ്ധ മരമായിട്ടൊക്കെയാണ് നമ്മളിതിനെ കാണുന്നത്. അശോകമരം, അതാണ് ഈ ആഷ് എന്ന് പറയുന്നത്. ഓക്ക് മരമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓക്കെ, ഈ ബ്രിട്ടനിലും ഒക്കെ ഈ ഓക്ക് മരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്ക്. ഓക്കെ, അത് നല്ല ഷേപ്പല്ലേ അതിനെ. ഇനി നമുക്ക് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ്, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്ലൈമാറ്റിക് റീജിയൻ, മെഡിറ്ററേനിയൻ ക്ലൈമറ്റ്. നമുക്കറിയാം മെഡിറ്ററേനിയൻ സീയുടെ ഭാഗത്ത് കാണുന്ന ക്ലൈമറ്റിനെയാണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ്. അപ്പോൾ സീയുടെ പ്രസൻസ് അവിടെ ഉള്ളത് കൊണ്ട് ഈ ക്ലൈമറ്റിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ഈസ് ദ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ഇൻ ദ റീജിയൻസ് അറൗണ്ട് ദ മെഡിറ്ററേനിയൻ സീ. മെഡിറ്ററേനിയൻ സീയുടെ ചുറ്റുപാടും കിടക്കുന്ന യൂറോപ്പിൻ്റെ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന ക്ലൈമറ്റിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? മെഡിറ്ററേനിയൻ ക്ലൈമറ്റ്. മെഡിറ്ററേനിയൻ സീയുടെ പേരിൽ നിന്നാണ് ഈ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത്? പോർച്ചുഗൽ, സ്പെയിൻ, ഇറ്റലി, ഗ്രീസ്, ബോസ്നിയ, ഹെക്സഗോവിന, ക്രൊയേഷ്യ ആൻഡ് സൗത്തേൺ ഫ്രാൻസ് എക്സ്പീരിയൻസ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ്. ഓക്കെ, അപ്പോൾ പോർച്ചുഗൽ, നമ്മൾ കേട്ടിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളാണ് ഇതെല്ലാം. പോർച്ചുഗൽ, സ്പെയിൻ, നമ്മുടെ വാസ്കോഡിഗാമയുടെ രാജ്യമല്ലേ പോർച്ചുഗൽ. സ്പെയിൻ, പോർച്ചുഗീസുകാരും സ്പെയിൻകാരും ഒക്കെ നമ്മുടെ നാട്ടിൽ വരികയും നമ്മളെ കോളനിയാക്കാനൊക്കെ നോക്കിയവരാ. അപ്പോൾ പോർച്ചുഗൽ, സ്പെയിൻ, ദെൻ ഇറ്റലി, ഗ്രീസ്, ബോസ്നിയ, ഹെക്സഗോവിന, ക്രൊയേഷ്യ, സൗത്തേൺ ഫ്രാൻസ്, ഓൾ ദീസ് countries experience Mediterranean climate. Mediterranean climate is characterized by hot, dry summers and cold, rainy winters. അവരുടെ സമ്മർ എന്ന് പറയുന്നത് ഹോട്ടായിരിക്കും, ഡ്രൈ ആയിരിക്കും. ആൻഡ് കോൾഡ്, റെയിനി വിൻറ്റേഴ്സ്. നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് അല്ലേ? വിൻ്ററിൽ റെയിൻ ഉണ്ടാവും. ഇവിടെ സമ്മറിൽ റെയിൻ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഓക്കെയാണ്. നമ്മുടെ നാട്ടിലും സമ്മറിൽ റെയിൻ ഉണ്ടാകാറുണ്ട്. ബട്ട് റെയിനി വിൻറ്റേഴ്സ്, കോൾഡ്, റെയിനി വിൻറ്റേഴ്സ്. Then this is a climate where trees and shrubs grow well. ഇവിടെയും ട്രീസും ഷ്രബ്സും ഒക്കെ നന്നായിട്ട് വളരും. കുറ്റിച്ചെടികളും വലിയ മരങ്ങളും ഒക്കെ ഉള്ളതാണ്. ഏതൊക്കെ മരങ്ങളാണ്? റോസ്മേരി, ലാവെൻഡർ, ഒലീവ്, പൈൻ, ഓറഞ്ച്, ഗ്രേപ്സ്, ഫിഗ് ആർ ഓൾ മെയിൻ പ്ലാന്റ്. ഇതിൽ ഓറഞ്ചും ഗ്രേപ്സും ഫിഗും ഒക്കെ നമുക്കറിയാം ഫ്രൂട്ട്സാണ് അല്ലേ? അതുപോലെ ഒലീവ് ഓയിൽ ഉണ്ടാക്കുന്ന ഗ്രീസാണ്. ഒലീവ് ഓയിലൊക്കെ ഉണ്ടാകുന്ന ഒലീവിൻ്റെ തോട്ടങ്ങളുള്ള സ്ഥലമാണ് ഗ്രീസ്. ഒലീവ് ഓയിൽ നമുക്കറിയാം വളരെ ഏറെ നല്ല പ്രൈസുള്ള
അല്ലേ, നല്ല വിലയുണ്ട്. ഒരു ലിറ്ററിനൊക്കെ 1000 എബോവ് വരുന്നതാണ് ഒലീവ് ഓയിൽ. അപ്പോൾ ഒലീവ് മരം, റോസ്മേരി, ലാവെൻഡർ, അങ്ങനെ പൈൻ മരം, അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഈ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിലാണ് കാണപ്പെടുക. ഓറഞ്ചും ഗ്രേപ്സും ഫിഗും ഒക്കെ ഉണ്ട്. ഓക്കെ, റെയർ സ്പീഷീസ് ഓഫ് ആനിമൽസ് സച്ച് ആസ് ലൈബീരിയൻ ലിങ്സ്, ബാർബറി, മസക്, മഫ്ലോൺ ഗോട്ട് ആർ ഫൗണ്ട് ഹിയർ. മെഡിറ്ററേനിയൻ ക്ലൈമറ്റിൽ കാണുന്ന ഒരുതരം ഗോട്ടാണ് മഫ്ലോൺ. ഒരു ചെമ്മരിയാടിൻ്റെ വർഗ്ഗമാണ്. അങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളെയാണ് ഇവിടെ കാണുക. നമ്മുടെ ടെക്സ്റ്റിലെ 176 പേജ് എടുത്ത് നിങ്ങളൊന്ന് നോക്കണം. 176 അവിടെയുള്ള എല്ലാ മൃഗങ്ങളെയും കാണിക്കുന്നുണ്ട്. ഇബീരിയൻ ലിങ്സ് എന്ന് പറയുന്നത് വൂൾഫൊക്കെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ പുലിയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു മൃഗമുണ്ട്. അതുപോലെ തന്നെ ഒരുതരം ഈഗിളുണ്ട് അവിടെ, സ്പാനിഷ് ഇമ്പീരിയൽ ഈഗിൾ. അതുപോലെ മാസ്ക്യൂ എന്ന് പറയുന്നത് മക്കാവ്സ് എന്നാണ് പറയുക. മക്കാവ്സ് എന്ന് പറയുന്നത് ഒരുതരം മങ്കിയാണ്, മക്കാവ്സ്. അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ മക്കാവ്സ് കേട്ടോ. അത് വായിക്കേണ്ടത് മക്കാവ്സ് എന്നാണ് വായിക്കുന്നത്. മക്കാവ്സ് എന്ന് പറഞ്ഞാൽ എ ടൈപ്പ് ഓഫ് മങ്കി. ഓൾ ആർ സീൻ ഇൻ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്ലൈമറ്റാണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ്. കാരണം ട്രീസും ഒക്കെ നന്നായിട്ട് ഗ്രോ ചെയ്യും. അപ്പോൾ നമ്മുടെ വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റും തുന്ദ്ര ക്ലൈമറ്റും ടൈഗ ക്ലൈമറ്റും അത്ര പോരാ. എന്നാൽ ഈ പറയുന്ന ഈസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റും തുന്ദ്ര ക്ലൈമറ്റും ടൈഗ ക്ലൈമറ്റും അതിനേക്കാൾ ബെറ്ററാണ് നമ്മുടെ ലാസ്റ്റ് രണ്ടെണ്ണം, വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ ക്ലൈമറ്റും. ബ്രിട്ടനൊക്കെയാണ് വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റിലുള്ളത്. പോർച്ചുഗലും സ്പെയിനും ഇറ്റലിയും ഒക്കെയാണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റിലുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ലാവണ്ടർ കണ്ടോ, ലാവണ്ടർ, ഒലീവ്, ഫിഗ്. ഒലീവ് കാണാം, ഫിഗ് കാണാം. ഇതൊക്കെ ഫ്രൂട്ട്സ് ആണ്. ഈ ഫിഗ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. ലാവണ്ടർ നല്ല മനോഹരമായിട്ടിരിക്കുന്നത് അല്ലേ. ഓക്കെ, അവിടുത്തെ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിലെ ആനിമൽസിനെയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഒരുതരം ഈഗിൾ അവിടെയുണ്ട്. ഓക്കെ, യൂറോപ്പിൻ്റെ മാപ്പാണ്. താങ്ക് യു.